ഒരു മാസത്തോളം നീണ്ട തിരക്കുകളുടെ ദിനരാത്രങ്ങൾക്ക് വിട. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൂട്ടലും കിഴിക്കലുമായി സ്ഥാനാർത്ഥികളും നേതാക്കളും പാർട്ടി പ്രവർത്തകരും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കും. ജില്ലയിലെ 31 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും 13 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 200 ഡിവിഷനിലേക്കും 88 ഗ്രാമപഞ്ചായത്തുകളിലെ 1636 വാർഡുകളിലേക്കും 7 നഗരസഭകളിലെ 249 വാർഡുകളിലേക്കുമുള്ള പ്രതിനിധികളെയാണ് ഇതിനകം ജനം തെരഞ്ഞെടുത്തിട്ടുള്ളത്. മൊത്തം 6709 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ ആരൊക്കെ കരക്കണിഞ്ഞുവെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് പാർട്ടികളും മുന്നണികളും അവയിലെ പ്രവർത്തകരും നേതാക്കളുമെല്ലാം. ഏതു പഞ്ചായത്ത് നഗരസഭ ആര് പിടിക്കുമെന്നതും എല്ലാവരുടെയും ആകാംക്ഷയാണ്. ജില്ലാ പഞ്ചായത്തിലും മിക്ക ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുമുന്നണിക്കാണ് 2020 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച ഭരണത്തിലെത്തിയത്. എന്നാൽ ഇത്തവണ ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാനാകുമോ എന്നത് കണ്ടറിയണം. ഭരണവിരുദ്ധത എത്രത്തോളം പ്രതിഫലിച്ചു എന്നതും നാളെ രാവിലെയോടെ അറിയാനാകും. നഗരസഭകളിലും ഇടതിനായിരുന്നു നേരത്തെയുള്ള മുൻതൂക്കം. ജില്ലയിലെ 7 നഗരസഭകളിൽ 5ലും ഇടതുപക്ഷത്തിനായിരുന്നു ഭരണം. ഒരു നഗരസഭ മണ്ണാർക്കാട് മാത്രമാണ് UDF-നുള്ളത്. ഇതുതന്നെ മുസ്ലിം ലീഗിനാണ് മുൻതൂക്കം. ഫലത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒരു നഗരസഭ പോലും ഭരിക്കാനായിരുന്നില്ല. പാലക്കാട് നഗരസഭയിൽ BJP-യാണ് കഴിഞ്ഞ 2 തവണയും ഭരണത്തിലുണ്ടായിരുന്നത്. ഭരണവിരുദ്ധ തരംഗമായാൽ ഇവയെല്ലാം തിരിച്ചാകും. സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരണങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചാൽ അത് ഇടതുമുന്നണിക്കും BJP-ക്കും വോട്ടായി മാറും. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണെന്നതാണ് വിലയിരുത്തൽ. നെല്ല് സംഭരണം, വിലക്കയറ്റം, അധിക നികുതിഭാരം, ശബരിമല സ്വർണ്ണപ്പാളി മോഷണം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികളെ തുറച്ചുനോക്കുന്ന വിഷയങ്ങളാണ്. ഇതെല്ലാം വോട്ടായി മാറിയാൽ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും വിജയം കൊയ്യാമെന്നതാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അവരുടെ സ്ഥിതിയും അത്ര സുരക്ഷിതമൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ, കോൺഗ്രസിലെ അനൈക്യം, താഴെത്തട്ടിലെ സംഘടനാ ദൗർബല്യം തുടങ്ങിയവ UDF-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. CPM-ലെയും കോൺഗ്രസിലെയും BJP-യിലെയും ലീഗിലെയും വിമതരും സ്വതന്ത്രരും ഇവയ്ക്കെല്ലാം പുറകെ വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഏതായാലും കാത്തിരിക്കാൻ ഇനി ദിവസങ്ങളില്ല എന്നത് മാത്രമാണ് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ഈ നിമിഷങ്ങളിലെ ഏക ആശ്വാസം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. എന്തായാലും വളരെ ചിട്ടയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് LDF-ന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി മണ്ഡലത്തിലുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെയേറെ ശ്രദ്ധയോടുകൂടിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാനും വോട്ടിംഗ് മെഷീനറി ചലിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. UDF-ന് ചരിത്രത്തിലില്ലാത്ത കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കാരണം പാവപ്പെട്ട ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കുന്നതിനും കളിയാക്കുന്നതിനും അവർ അവരുടെ UDF സംവിധാനത്തെ വിനിയോഗിച്ചു എന്നതിനുള്ള ഒരു പ്രതികാരം കൂടിയായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഇടതുമുന്നണി പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയതും പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തതും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വളരെ സംതൃപ്തരായ ജനങ്ങൾ എന്ത് വില കൊടുത്തും ഒരു വോട്ട് ചെയ്യണമെന്ന നിലപാടിലേക്ക് എത്തിയതിൻ്റെ പ്രതിഫലനമാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള വർധനവ്. ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒരേ രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ നടന്നിട്ടുള്ളത്. അതിൽ അപൂർവമായി ചില ടാലി ചെയ്യാൻ ഒരു വോട്ട് വ്യത്യാസമൊക്കെ വന്നതല്ലാതെ ഒരേ വോട്ടാണ് എല്ലായിടത്തും വന്നത്. എന്ന് പറഞ്ഞാൽ സമ്മതിദായകർ 3 വോട്ടും ചെയ്തിരിക്കുന്നു മുഴുവനായി എന്ന് തന്നെയാണ്, ഒരു വോട്ടും വിടാതെ ചെയ്തിരിക്കുന്നു എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ആവറേജ് 80% കുറയാത്ത വോട്ട് അയലൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇതുപോലൊരു ആവേശം വോട്ടിംഗ് രംഗത്ത് കണ്ടിട്ടില്ല. മറ്റു പ്രേരണയോ പ്രോത്സാഹനമോ ഒന്നും കൂടാതെ തന്നെ ജനങ്ങൾ വോട്ടർമാർ സ്വമേധയാ വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു. UDF-നെ സംബന്ധിച്ച് നല്ല വിജയസാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മറ്റ് പ്രയാസങ്ങളില്ലാതെ തന്നെ ഞങ്ങൾക്ക് UDF-ന് ഭരണം കിട്ടുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഈ മേഖലയിൽ നിന്നുള്ള വോട്ട് അതേപടി മറ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്കതിനുള്ള വ്യത്യാസം ഈ പഞ്ചായത്തിനുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. അപൂർവം ചില പ്രദേശങ്ങളിൽ സുരക്ഷാ പെൻഷൻ കൂട്ടിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് UDF-ന് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ തന്നെ
കുടുംബിനികൾക്ക് പ്രതിമാസം 1000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ വ്യാജ അപേക്ഷകൾ വാങ്ങി അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനുമൊക്കെ അപ്പുറം മനുഷ്യനെ ബാധിക്കുന്ന പല കാര്യങ്ങളിലും ജനങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നുകൊണ്ട് അതൊക്കെ അപ്രധാനമായി എന്നാണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം 20 സീറ്റിൽ നമ്മൾ 2 സീറ്റുകളാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു വർഷമാണ് BJPയെ സംബന്ധിച്ച് ഈ നെന്മാറ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം BJPയെ സംബന്ധിച്ച് എല്ലാ വാർഡുകളും കാഴ്ചവെച്ചിട്ടുണ്ട്. ഞങ്ങൾ 22 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തി. അതുകൂടാതെ തന്നെ നമ്മൾ 3 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഒരു ജില്ലയിലും സ്ഥാനാർത്ഥിയെ നിർത്തി. ഇതിലെ എല്ലാ വാർഡുകളിലും അതുപോലെ തന്നെ എല്ലാ ഡിവിഷനുകളിലും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. മറ്റ് പാർട്ടിക്കാരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്കുണ്ട്. മറ്റ് പാർട്ടിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ പറയാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വികസന പദ്ധതികളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം 22 വാർഡിൽ ഒരു 12 വാർഡെങ്കിലും പിടിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ച് ഈ പഞ്ചായത്ത് ഭരിക്കുക എന്നുള്ളത് തന്നെയാണ് BJPൻ്റെ ലക്ഷ്യവും. അതുതന്നെയാണ് ഇന്നലത്തെ നമ്മുടെ പോളിംഗ് ശതമാനവും ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസവും കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. UTV ന്യൂസ് പാലക്കാട്.